ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ? കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാമല്ലേ. ഈ കഥയിലെ നായിക നിമിഷയാണ്. അപ്പോൾ ഞാനിനി നിമിഷമായിട്ട് തന്നെ സംസാരിക്കാം. ഞാൻ നിമിഷ. ഇപ്പോൾ 45 വയസ്സുണ്ട്. 20 വർഷം മുമ്പ് നടന്ന കഥയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. അന്നെനിക്ക് 20 വയസ്സ്, ഡിഗ്രിക്ക് പഠിക്കുന്നു. ഒരു ഇരുനിറമാണ് എനിക്ക്. കോളേജിൽ പഠിക്കുമ്പോൾ ലൈനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഞാൻ കുറച്ച് വീക്കായിരുന്നു. എന്ന് വെച്ച് അതിന് താല്പര്യമില്ലെന്നല്ല, എന്തോ പുറത്ത് കാണിക്കാൻ എന്തോ മടിയാണെനിക്ക്. കൂട്ടുകാരൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് വല്ലാത്ത നാണാണ്. ഞാൻ പരമാവധി അതിൽ നിന്നും മാറി നിൽക്കും. പക്ഷേ വീട്ടിൽ പോയാൽ ബാക്കി പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വളരെ രഹസ്യമായിട്ടാണ്. കൂട്ടുകാർ അത്തരം കഥകളൊക്കെ പറയുമ്പോഴും ഞാൻ മാറി നിൽക്കും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വാക്കുകളും പ്രയോഗങ്ങളും ഒന്നും എനിക്കത്ര അറിയില്ല. അങ്ങനെ ഒരു ദിവസം ഞാനും കൂട്ടുകാരും കോളേജ് വിട്ട് വീട്ടിൽ വരുന്ന വഴിക്ക് ഒരു നാടോടി ചേച്ചി ഓടക്കുഴൽ വിറ്റ് നടക്കുന്നത് കണ്ടു. ചേച്ചി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഓടക്കുഴൽ വാങ്ങാൻ ഞങ്ങളെ അവർ നിർബന്ധിച്ചു. ഞാനും രാഗിയും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഓടക്കുഴൽ വാങ്ങി. 5 രൂപയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. കൂടെ ഉണ്ടായിരുന്ന സാജിദ ഞങ്ങൾ ഓടക്കുഴൽ വാങ്ങുന്നത് കണ്ട് ഞങ്ങളെ ഒന്ന് ആക്കി ചിരിച്ചു. രണ്ടിനും ഓടക്കുഴൽ വായന നല്ലോണം അറിയോ എന്നവൾ ചോദിച്ചു. പക്ഷേ അവൾ ചോദിച്ചതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ രാഗിക്ക് കാര്യം മനസ്സിലായി. അവൾ സജിതയെ തല്ലാനായി കൈയോങ്ങി. എനിക്ക് ഓടക്കുഴൽ വായനയൊന്നും അറിയില്ലടി, ഞാൻ നിഷ്കളങ്കമായി പറഞ്ഞു. ആണോ, എന്നാ അമ്മയോട് പറ പഠിപ്പിച്ചു തരാൻ, രാഗി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മയ്ക്കൊന്നും അറിയില്ല ഓടക്കുഴൽ വായിക്കാൻ, ഞാൻ വീണ്ടും നിഷ്കളങ്കതയോടെ പറഞ്ഞു. ഓ പിന്നെ, നിന്റെ അമ്മയല്ലേ, കണ്ടാൽ അറിയാം നല്ല വായനക്കാരിയാണെന്ന് സജിത കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കെന്തോ അതൊന്നും മനസ്സിലായില്ല. സജിത പറഞ്ഞത് കേട്ട് രാഗി ചിരിക്കുന്നുണ്ട്. നിന്റെ അമ്മ എത്ര ഓടക്കുഴൽ വായിച്ചിട്ടുണ്ട് എന്നതിലേ സംശയമുള്ളൂ. നല്ല 1-ാം തരം വായനക്കാരിയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം, സജിത പറഞ്ഞു. ഡി, ആ പാവത്തിനെ വിട്ടേക്ക് സജിതേ, എന്നെ നോക്കിക്കൊണ്ട് രാഗി അവളോട് പറഞ്ഞു. എന്താടി, ഇവളും പഠിക്കേണ്ടേ ഓടക്കുഴൽ വായനയൊക്കെ, സജിത ചോദിച്ചു. നിനക്കറിയോ ഓടക്കുഴൽ വായിക്കാൻ, ഞാൻ സജിതയോട് ചോദിച്ചു. അതിന് ഉത്തരം പറഞ്ഞത് രാഗിയാണ്. ഇവളും ഇവളുടെ ഉമ്മയും മത്സരമാണടി ഓടക്കുഴൽ വായിക്കാൻ. ഏ, ഓടക്കുഴൽ വായിക്കാൻ മത്സരമോ? നിന്റെ വീട്ടിലുണ്ടോ ഓടക്കുഴൽ? ഞാൻ സജിതയോട് ചോദിച്ചു. അതിന് ഉത്തരം പറഞ്ഞതും രാഗിയാണ്. ഇവളുടെ വീട്ടിലുള്ള ഓടക്കുഴലുമായി വാപ്പ ഗൾഫിൽ പോയേക്കാടി. അടുത്തുള്ള ചേട്ടൻ്റെ ഓടക്കുഴലാണ് ഇവളും ഉമ്മയും ചേർന്ന് വായിക്കുന്നത്. ഏ, അടുത്തുള്ള ചേട്ടൻ്റെ ഓടക്കുഴലോ? സ്വന്തമായി ഒരെണ്ണം നിനക്ക് മേടിച്ചാൽ പോരെ? ഞാൻ നിഷ്കളങ്കമായി തന്നെ വീണ്ടും ചോദിച്ചു. അത് കേട്ട് രണ്ടുപേരും ചിരിച്ചു. കുട്ടി ഇനിയും വളരാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും എന്നെ കളിയാക്കി. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ മുറ്റത്ത് പാത്രങ്ങൾ കഴുകാനുള്ള തട്ടിൽ പണി നടത്തുന്നുണ്ട് മേസ്തിരി രാഘവേട്ടൻ. ഏകദേശം 45 വയസ്സുണ്ട് അയാൾക്ക്. അച്ഛൻ്റെ കൂട്ടുകാരനാണ്. അമ്മ അയാളുടെ ഹെൽപ്പറായി അടുത്തുണ്ട്. അമ്മയെ തന്നെ അയാൾ ഹെൽപ്പറായി വെച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതിനു മുമ്പും പണിക്ക് വന്നപ്പോഴൊക്കെ അയാളുടെ നോട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ അത് കണ്ടോ ഇല്ലയോ എന്നറിയില്ല. കണ്ടില്ലായിരിക്കും. കണ്ടിരുന്നെങ്കിൽ അമ്മ അയാളെ ചീത്ത പറയായിരുന്നല്ലോ. അമ്മയും അയാളും നല്ല കമ്പനിക്കാരെ പോലെ സംസാരിക്കായിരുന്നു. അച്ഛൻ്റെ ഫ്രണ്ടായതുകൊണ്ട് തന്നെ അയാളോട് അമ്മയ്ക്ക് നല്ല അടുപ്പവും ബഹുമാനവും ഒക്കെയാണ്. അയാൾ പണിക്ക് വന്നാൽ എല്ലാ സഹായവുമായി ഒപ്പം തന്നെ അമ്മയും ഉണ്ടാകും. അയാൾക്ക് അമ്മയോട് ഒരു കരുതലുള്ളതായി തോന്നിയിട്ടുണ്ട്. അമ്മയുടെ പേര് ശ്യാമള. 40 വയസ്സുണ്ട്. കണ്ടാൽ ഒരു 36 തോന്നിക്കും. നല്ല സുന്ദരിയാണ് അമ്മ. കവിളും മൂക്കൊക്കെ നല്ല ചുവന്നതായിരുന്നു. അമ്മയും രാഘവൻ ചേട്ടനും സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ ആ ഓടക്കുഴലുമായി അവരുടെ അടുത്തേക്ക് വരുന്നത്. ഇതെന്താ ഓടക്കുഴലുമായി?
അമ്മ ചോദിച്ചു. ഓടക്കുഴൽ വായനക്കാരിയാവാൻ പോവാനോടി നീ? രാഘവേട്ടൻ്റെ ചോദ്യമായിരുന്നു അത്. ആ, എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഞാൻ പറഞ്ഞു. മോൾക്ക് നല്ല വായനക്കാരിയാകാൻ കഴിയും, ഈ അമ്മയുടെ അല്ലേ മോള്? ചേട്ടൻ അതും പറഞ്ഞ് എന്നെ നോക്കി ചിരിച്ചു. അതെന്താ ചേട്ടാ? ഞാൻ ചോദിച്ചു. അതോ, അമ്മയ്ക്ക് നന്നായി വായിക്കാൻ അറിയാം, മോൾക്കും കഴിയും നല്ലൊരു വായനക്കാരിയാകാൻ, അയാൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ അമ്മ ചേട്ടനെ തുറിച്ചു നോക്കി. എൻ്റെ കൂടെ പഠിക്കുന്ന സജിതയുടെ ഉമ്മയും നന്നായി ഓടക്കുഴൽ വായിക്കുമെന്ന് എൻ്റെ ക്ലാസ്സിലെ രാഗി പറഞ്ഞിട്ടുണ്ട്. ഈ അമ്മമാരൊക്കെ എങ്ങനെയാ ഓടക്കുഴൽ വായിക്കാൻ പഠിച്ചത്? ഞാൻ നിഷ്കളങ്കമായി പറഞ്ഞതാണെങ്കിലും അമ്മയും ചേട്ടനും പരസ്പരം മിഴിച്ചു നിന്നു. അല്ല, രാഗിക്ക് എങ്ങനെ അറിയാം സജിതയുടെ ഉമ്മ ഓടക്കുഴൽ വായിക്കുമെന്ന്? ചേട്ടൻ ചോദിച്ചു. അത് സജിതയുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ്റെ കയ്യിൽ ഒരു ഓടക്കുഴലുണ്ട്, അത് സജിതയും അവളുടെ ഉമ്മയും വായിക്കാറുണ്ടെന്ന് രാഗി പറഞ്ഞത്, ഞാൻ പറഞ്ഞു. ചേട്ടനും അമ്മയും മുഖത്തോട് മുഖം നോക്കി എന്നും പറഞ്ഞ് ചിരിച്ചു. ബെസ്റ്റ് ഉമ്മയും മോളും. ഇവിടെ ഒരുത്തിയോട് മോളെയും ഒപ്പം കൂട്ടാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ജാടയാ, കണ്ട് പഠിക്കടി ആ ഉമ്മയെയും മോളെയും, ചേട്ടൻ അമ്മയോട് പറഞ്ഞു. എന്താ ചേട്ടാ സംഭവം? ഞാൻ ചോദിച്ചു. എടി, നിൻ്റെ അമ്മയോട് കുറേ ഞാൻ പറയുന്നു നിന്നെയും ഓടക്കുഴൽ വായന പഠിപ്പിക്കാമെന്ന്, അവൾ സമ്മതിക്കുന്നില്ല, ചേട്ടൻ പറഞ്ഞു. ഹാ, എന്ത് പണിയാ അമ്മയെ കാണിച്ചത്? ഞാൻ അമ്മയോട് പറഞ്ഞു. ആ, ചേട്ടൻ്റെ യോഗം, അല്ലാതെ എന്ത് പറയാനാ? അമ്മയെ കൊണ്ടും മോളെ കൊണ്ടും ഓടക്കുഴൽ വായിക്കാനും വേണം ഒരു യോഗം. ഒരു ദിവസം ഈ അമ്മയും മോളെയും ഒരുമിച്ച് ഞാൻ ഓടക്കുഴൽ വായിപ്പിക്കും. ഒരു വാശി പോലെയാണ് ചേട്ടനത് പറഞ്ഞത്. അതിന് ചേട്ടൻ്റെ കയ്യിൽ ഓടക്കുഴലുണ്ടോ? ഞാൻ ചോദിച്ചു. അത് കേട്ടതും അമ്മ ചൂടായി. ഒന്ന് നിർത്തടി, ദേ പെണ്ണുണ്ടെന്ന് ബോധം വേണം. അമ്മ ചേട്ടനോടും ചൂടായി. ഞാനാകെ കൺഫ്യൂഷനിലായി. രാഗിയും സജിതയും ഓടക്കുഴലിനെ കുറിച്ച് പറയുന്നത് എന്തൊക്കെയോ അർത്ഥം വെച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ ചേട്ടനും എന്തോ അർത്ഥം വെച്ചാണ് പറയുന്നത്. ചേട്ടൻ ഓടക്കുഴലിൻ്റെ കാര്യം പറയുമ്പോൾ അമ്മ ചൂടാവുന്നുമുണ്ട്. എന്നെ ഓടക്കുഴൽ വായിക്കാൻ പഠിപ്പിക്കാൻ ചേട്ടന് ആഗ്രഹമുണ്ട്, പക്ഷെ അമ്മ സമ്മതിക്കുന്നില്ല. അങ്ങനെ ചേട്ടൻ ജോലി കഴിഞ്ഞു പോയി. അല്ലമ്മേ, ഞാൻ ഓടക്കുഴൽ വായിക്കുന്നതിന് അമ്മയ്ക്കെന്താ പ്രശ്നം? ഞാൻ അമ്മയോട് ചോദിച്ചു. കയറി പോടി അകത്തേക്ക്, ഓരോ സാധനം മേടിച്ചിട്ട് വന്നോളൂ, അമ്മ ശബ്ദമുയർത്തി പറഞ്ഞു. ഞാൻ റൂമിലേക്ക് പോയി. ഓടക്കുഴൽ വായനയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സജിതയും രാഗിയും ഓടക്കുഴൽ വായന പറഞ്ഞ് എന്നെ കളിയാക്കിയിരുന്നു. ഇപ്പോൾ രാഘവൻ ചേട്ടനും എന്തോ ഒരർത്ഥത്തിലാണ് അത് പറഞ്ഞത്. അത് കേട്ട് അമ്മ എന്നോട് ചൂടാകുകയും ചെയ്തു. എന്താണ് ഈ ഓടക്കുഴൽ വായനയിൽ ഇത്രയുള്ളതെന്ന് ഞാൻ കൺഫ്യൂഷനിലായി. അടുത്ത ദിവസം കോളേജിൽ വെച്ച് ഞാൻ രാഗിയോട് കാര്യം അവതരിപ്പിച്ചു. അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കുക എന്നായിരുന്നു എൻ്റെ ലക്ഷ്യം. ഓടക്കുഴലും മേടിച്ച് വീട്ടിലെത്തിയപ്പോൾ രാഘവൻ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളും അമ്മ നല്ലൊരു ഓടക്കുഴൽ വായനക്കാരിയാണെന്ന് എൻ്റെ പുതിയ അറിവുമൊക്കെ ഞാൻ രാഗിയോട് പങ്കുവെച്ചു. അത് കേട്ട് അവൾ എന്നെ നോക്കി ആക്കി ചിരിക്കാൻ തുടങ്ങി. അവളത് സജിതയോട് പറഞ്ഞു. എടി സജിതേ, നിൻ്റെ ഉമ്മ മാത്രമല്ല ഇവളുടെ അമ്മയും നല്ലൊരു ഓടക്കുഴൽ വായനക്കാരിയാണ്, രാഗി അവളോട് പറഞ്ഞു. അതിന് ഇവളുടെ അമ്മയ്ക്ക് വായിക്കാൻ ഓടക്കുഴലുണ്ടോ അവിടെ? അതുമായി ഇവളുടെ അച്ഛൻ ഗൾഫിൽ പോയില്ലേ? സജിത ചോദിച്ചു. എടി, അതങ്ങനെയല്ല, നിൻ്റെ ഉമ്മയെപ്പോലെ അടുത്തുള്ള ഓടക്കുഴലാ ഇവളുടെ അമ്മയും വായിക്കുന്നത്, രാഗി പറഞ്ഞു. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ഭർത്താക്കന്മാർ ഓടക്കുഴലുമായി ഗൾഫിൽ പോയി കിടന്നാൽ ഭാര്യമാർ വേറെ ഓടക്കുഴൽ തേടി നടക്കില്ലേ? അല്ലടി, ഇവള് കണ്ടോ ഇവളുടെ അമ്മ ഓടക്കുഴൽ വായിക്കുന്നത്? സജിത ചോദിച്ചു. അവളുടെ സംസാരം കേട്ട് ഞാൻ എന്താണെന്ന് മനസ്സിലാതെ നിന്നു. എടി ഇല്ല, ഇവള് ശിശു അല്ലേ ശിശു, ഇവൾക്ക് എന്തറിയാനാ? ഇവളിന്നലെ ആ ഓടക്കുഴലും വാങ്ങി വീട്ടിലെത്തിയപ്പോൾ ചേട്ടനും ഇവളുടെ അമ്മയും ചേർന്ന് എന്തോ പണിയിലായിരുന്നു, രാഗി പറഞ്ഞു. എന്നിട്ട് ഇവള് കണ്ടോടി? എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടൻ്റെ പണി? സജിത ചോദിച്ചു. ഓ, ആ പണിയല്ലടി, നിനക്ക് പിന്നെ അതിൻ്റെ വിചാരമേ ഉള്ളൂ, രാഗി പറഞ്ഞു.
ഓ നശിപ്പിച്ചു. നല്ലൊരു കഥ കേൾക്കാമെന്ന് വെച്ചതാ, വെറുതെ ആശിച്ചു. അല്ല പിന്നെ എന്ത് പണിയാ ഇവളുടെ അമ്മയും ചേട്ടനും ചേർന്ന് നടത്തിയത്? സജിത ചോദിച്ചു. എടി അവളുടെ വീട്ടിൽ എന്തൊക്കെയോ മരപ്പണികളുണ്ട്, അതാണ്. ഇവളുടെ അടുത്ത് ഓടക്കുഴൽ കണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞു പോലും ഇവളുടെ അമ്മ നന്നായി ഓടക്കുഴൽ വായിക്കുമെന്ന്. സജിത എന്നിടം കണ്ണിട്ടുകൊണ്ടൊന്ന് നോക്കി. ഇവളെ വായന പഠിപ്പിക്കാമെന്ന് ചേട്ടൻ പറഞ്ഞു പോലും, പക്ഷെ അവളുടെ അമ്മ സമ്മതിക്കുന്നില്ലെന്ന് രാഗി പറഞ്ഞു. അപ്പോൾ അമ്മ കേട്ടോ ചേട്ടൻ പറയുന്നതൊക്കെ? സജിത ചോദിച്ചു. ആ, അമ്മ അടുത്ത് നിൽക്കുമ്പോഴാണ് ചേട്ടൻ ഇതൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു. കൊള്ളാം, സജിത രാഗിയെ നോക്കി പറഞ്ഞു. ചേട്ടൻ്റെ ഓടക്കുഴൽ അമ്മ വായിക്കാറുണ്ടെന്ന് വരെ ആള് ഇവളോട് പറഞ്ഞടി, രാഗി സജിതയോട് പറഞ്ഞു. ഇവള് ചെല്ലും വരെ അമ്മ ചേട്ടൻ്റെ ഓടക്കുഴൽ വായിക്കുന്നുണ്ടാവും അല്ലേടി? ഇല്ലടി, ചേട്ടൻ വീട്ടിൽ പണിക്ക് വന്നതാണ്, ഞാൻ പറഞ്ഞു. നന്നായി പണി കിട്ടിയിട്ടല്ലേ നിൻ്റെ അമ്മ ഓടക്കുഴൽ വായിച്ച് കൊടുക്കുന്നത് തന്നെ, സജിത പറഞ്ഞു. നിങ്ങൾ രണ്ടാളും എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ അവരോട് കുറച്ച് ചൂടായി പറഞ്ഞു. നിനക്കൊന്നും മനസ്സിലാവില്ലടി, നീയൊരു ശിശുവാണ്. രാഗി എന്നെ കളിയാക്കി. കളിയാക്കാതെ എനിക്ക് കാര്യം പറഞ്ഞതാടി, ഞാൻ അവരോട് പറഞ്ഞു. ഓക്കെ, നിനക്ക് ഞാൻ പറഞ്ഞു തരാം, പക്ഷേ നീ ബോധം കെട്ട് വീഴരുത്, സജിത പറഞ്ഞു. ഓ, എന്താന്ന് വെച്ചാൽ ഒന്ന് പറയടി. അപ്പോൾ ഈ സ്റ്റോറിൻ്റെ ബാക്കി ഇനി എന്താ ഇവിടെ നടക്കാൻ പോകുന്നതെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യട്ടോ, അതിൽ ഒരു ലിങ്ക് ഉണ്ട്, അതിലുണ്ടാവും ഇതിൻ്റെ ബാക്കി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.